നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിന്ന് തുടർച്ചയായി ഉയരുന്നത് മുഴുവൻ യുദ്ധത്തിന്റെ മുറവിളി മാത്രമാണ്. നീതിയും ന്യായവും ആരുടെ ഭാഗത്ത് എന്നതിനേക്കാൾ ഇവിടെ പ്രാധാന്യമർഹിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളാണ്. ഇറാനിൽ നടക്കുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെ തന്റെ സ്വാർത്ഥ രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന പല നയങ്ങളും പ്രത്യക്ഷത്തിൽ യുദ്ധത്തിലേക്ക് വാതിലുകൾ തുറന്നു വെക്കുന്നതിന് തുല്യമാണ്. പരസ്പരം പോരുവിളി നടത്തുകയാണ് ഇറാനും അമേരിക്കയും. എന്നാൽ അതേസമയം ഏത് നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവൻ തുലാസിലാക്കി ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് ഈ രണ്ടു രാജ്യങ്ങളിലേതുൾപ്പെടെ ജനങ്ങൾ മുഴുവൻ. ട്രംപിന്റെ യുദ്ധക്കൊതിയുടെ മുറവിളിക്ക് പകരം ആയത്തുള്ള അലി ഖമേനിയുടെ യുദ്ധത്തിന്റെ ശംഖ് മുഴക്കി കഴിഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് നേരെയുള്ള യുഎസിന്റെ ഏതൊരാക്രമണവും മേഖലയിലാകെ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ഇറാനുമായി ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി കഴിഞ്ഞു. ഖമേനിയുടെ മുന്നറിയിപ്പിനെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം തീർച്ചയായും അങ്ങനെയേ പറയൂ എന്ന ട്രംപിന്റെ പ്രതികരണം ഉണ്ടായത്. ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ഇനി കരാർ നടന്നില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പോൾ അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ടെഹ്റാനിലെ തന്റെ വസതിയിൽ ഒത്തുചേർന്ന ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഖമേനിയുടെ ഈ മുന്നറിയിപ്പ്. ഇറാനിലെ എണ്ണ, പ്രകൃതിവാതകം, മറ്റ് ധാതു സമ്പത്തുകൾ എന്നിവയിലാണ് അമേരിക്കയ്ക്ക് താല്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻപ് നിയന്ത്രിച്ചിരുന്നത് പോലെ ഈ രാജ്യത്തെ വീണ്ടും പിടിച്ചെടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണ അവർ ഒരു യുദ്ധത്തിന് മുതിർന്നാൽ അത് പ്രാദേശികമായ ഒരു വലിയ യുദ്ധമായി മാറുമെന്ന് അമേരിക്കക്കാർ അറിഞ്ഞിരിക്കണമെന്നും തങ്ങൾ യുദ്ധം നടത്തുന്നവരല്ല, ആരോടും അനീതി കാണിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഖമേനി പറഞ്ഞു. ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ ഇറാന് പദ്ധതിയില്ല എന്നും, എന്നാൽ ആരെങ്കിലും അതിമോഹം കാട്ടുകയോ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ തുനിയുകയോ ചെയ്താൽ ഇറാനിയൻ ജനത അവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ആയത്തുള്ള അലി ഖമേനി കൂട്ടിച്ചേർത്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയത്തെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്കാണ് തള്ളിയിട്ടത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അതൊരു രാജ്യത്തിൽ ഒതുങ്ങുന്ന സംഘർഷമാകില്ല, മറിച്ച് മിഡിൽ ഈസ്റ്റ് മുഴുവൻ കത്തുന്ന ഒരു പ്രാദേശിക യുദ്ധമായി മാറുമെന്നതാണ് ഖമേനി വ്യക്തമാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ സാധ്യമാകുമെന്ന പ്രതീക്ഷയുടെ വാക്കുകൾ ഉച്ചരിച്ചത്. എന്നാൽ ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം സമാധാനമല്ല, മറിച്ച് ഭീഷണിയിലൂടെയും സമ്മർദ്ദത്തിലൂടെയും ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സാമ്രാജ്യത്വ മനോഭാവമാണ്. ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്ക സ്വീകരിച്ച വിദേശ നയങ്ങൾ നിരന്തരം യുദ്ധവും അസ്ഥിരതയും മാത്രമാണ് സൃഷ്ടിച്ചത്. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയത് മുതൽ ഉപരോധങ്ങൾ ശക്തമാക്കിയതുവരെ എല്ലാം യുദ്ധത്തിനുള്ള സാഹചര്യം വളർത്തുന്ന നടപടികൾ മാത്രമായി. സമാധാനം സംസാരിക്കുന്നവന്റെ കയ്യിൽ ആയുധവും ഭീഷണിയും ഒരേ സമയം ഉണ്ടായാൽ അത് സമാധാനമല്ല, മറിച്ച് രാഷ്ട്രീയ നാടകമാണ്. യുദ്ധം ആരംഭിച്ചാൽ അതിന്റെ വില നൽകേണ്ടി വരുന്നത് രാഷ്ട്രീയ നേതാക്കളല്ല, സാധാരണ ജനങ്ങളാണ്. ഇറാനായാലും അമേരിക്കയിലായാലും അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിലായാലും ഇത് തന്നെയാണ് സംഭവിക്കുക. ഇറാൻ അമേരിക്കയെ ആക്രമിച്ചാൽ സംഭവിക്കുക വെറുമൊരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമാകില്ല. എണ്ണ വിപണികൾ തകരും, ആഗോള സാമ്പത്തിക വ്യവസ്ഥ കുലുങ്ങും, മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും, ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെടാനുള്ള സാധ്യത ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഇന്ധന പ്രതിസന്ധിയിലേക്ക് നയിക്കും. ലക്ഷക്കണക്കിന് സാധാരണക്കാർ അഭയാർത്ഥികളാവുകയും കുട്ടികളും സ്ത്രീകളും യുദ്ധത്തിന്റെ ഇരകളാവുകയും ചെയ്യും. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും യുദ്ധത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നതാണ് ട്രംപിന്റെയും അദ്ദേഹത്തെ പോലുള്ള നേതാക്കളുടെയും ഏറ്റവും വലിയ കുറ്റം. യുദ്ധം ഒരു പരിഹാരമല്ല, അത് പരാജയപ്പെട്ട നയത്തിന്റെ ഏറ്റവും ക്രൂരമായ രൂപമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും മാത്രമേ പരിഹരിക്കാനാവൂ. ഭീഷണിയും ആക്രമണവും ശക്തി പ്രകടനവും ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നില്ല, അത് കൂടുതൽ അപകടകരമാക്കുകയാണ്. ട്രംപിന്റെ യുദ്ധോന്മുഖമായ സമീപനം ചരിത്രം ഇതിനകം തന്നെ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. മനുഷ്യരാശിക്ക് ഇന്ന് ആവശ്യം പുതിയ യുദ്ധങ്ങളല്ല, മറിച്ച് ധൈര്യമുള്ള സമാധാന തീരുമാനങ്ങളാണ്. യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തുക എന്നത് രാഷ്ട്രീയ നിലപാടുമല്ല, അതൊരു മാനവിക ഉത്തരവാദിത്വമാണ്.